ഹലോ, സ്പിരിച്വാലിറ്റി 777 എന്ന എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് തിരക്കിൽ പെട്ട് പോകുന്നതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോസ് ഇട്ട് തരാൻ പറ്റാത്തത്. എന്നാലും കുഴപ്പമില്ല, എന്ന് ഞാൻ ഒരു അടിപൊളി ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി കറക്റ്റാണ്, അത് അങ്ങനെ തന്നെ പോയിക്കോളൂ, വേറെ ഡീവിയേഷൻസ് ഒന്നും വേണ്ട, വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട എന്ന ഒരു സ്റ്റേജ് നിങ്ങളെ അറിയിക്കും യൂണിവേഴ്സ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫേവറിന് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറച്ച് സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും. അതെന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സൈനാണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക. അത് എങ്ങനെ വേണമെങ്കിൽ ആവും. അതായത് 111, 777, അല്ലെങ്കിൽ 7777, 3333, അങ്ങനെ അടുപ്പിച്ച് വരുന്ന ഒരേ നമ്പറുകളാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അവിടെ എവിടെയൊക്കെ ആയിട്ട് പോകുന്നിടത്തെല്ലാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സമയം നിങ്ങൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ 1111 എന്ന് കാണുന്നു. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ നമ്പർ 1111 എന്ന് പറഞ്ഞ് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു സ്ഥലത്ത് ബില്ല് പേ ചെയ്യുമ്പോൾ ബില്ല് 777. അങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് കാണാം. ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കാർ പ്ലേറ്റോ നമ്പർ പ്ലേറ്റ്, അതായത് കാറിൻ്റെ നമ്പർ പ്ലേറ്റോ വണ്ടിയുടെ നമ്പർ പ്ലേറ്റോ ഒക്കെ കാണുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് നിങ്ങൾ കാണുന്നതിനെയാണ് ഫോണിലും എവിടെയൊക്കെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു, അതിൻ്റെ അർത്ഥം നിങ്ങളെന്താണ്, നിങ്ങൾക്കത് കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സെക്കൻഡാണ് റെയിൻബോസ് കാണുക എന്ന് പറയും. റെയിൻബോസ് നിങ്ങൾ അവിടെ എവിടെയൊക്കെ കാണുക. അതായത് അവിടെ നിങ്ങൾക്ക് റെയിൻബോസ് അങ്ങനെ മഴക്കാലത്ത് മാത്രമാണ് റെയിൻബോസ് കാണാൻ പറ്റുള്ളൂ അല്ലേ. റെയിൻബോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിലെ ഡയറക്റ്റായിട്ട് കാണാം. റെയിൻബോ ശരിക്കും നമ്മുടെ ആകാശത്ത് വരുന്ന റെയിൻബോ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ റെയിൻബോകൾ കാണാം. അതായത് ബുക്കിലോ അല്ലെങ്കിൽ ടി വിയിൽ റെയിൻബോ കണ്ടാലും മതി. അല്ലെങ്കിൽ വാൾപേപ്പറിലോ, ആരുടെയെങ്കിലും വാൾപേപ്പറിൽ നമ്മൾ യാദൃശ്ചികമായിട്ട് കാണാം. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഈ നഴ്സറി സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ റെയിൻബോസൊക്കെ വരച്ച് കാണും. അതൊക്കെ ഒരു സൈനാണ്. അതോടൊപ്പം തന്നെ ടി വിയിൽ റെയിൻബോ കാണാം. അതുപോലെ തന്നെ പലരും വാൾപേപ്പർ ചിലപ്പോൾ റെയിൻബോ ഇടും. അങ്ങനെ നമ്മൾ യാദൃശ്ചികമായിട്ട് റെയിൻബോസ് കാണുമ്പോൾ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു സിമ്പലാണ്. ഓക്കെ, അടുത്ത ഒരു സൈനാണ് നിങ്ങൾ തന്നെ ആക്റ്റീവ് ആവുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രഷും റിലാക്സ്ഡും ആയിട്ട് നിങ്ങളുടെ എനർജി കൂടും. അതായത് നിങ്ങൾക്ക് നല്ല ഹൈ വൈബ്രേഷൻ ആയിരിക്കും. നിങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് സ്വയം ആക്റ്റീവ് ആവും. അതായത് പേഴ്സണലി നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഉള്ളിൽ നിന്ന് നിങ്ങൾ ചിരിക്കാൻ തുടങ്ങും. ആരെയും കാണിക്കാനൊന്നുമല്ല, ഉള്ളിൽ നിന്ന് അതൊരു വൈബ്രേഷൻ ഹൈ ആവുന്നത് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഹീലായി. അപ്പോൾ പിന്നെ ഈ ഹീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റർ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ്. നമ്മളെ ആദ്യം സ്നേഹിക്കണം, അതിനുശേഷം മാത്രമാണ് ബാക്കി എല്ലാവരും വരുന്നത്. ആ ഒരു സ്റ്റേജ് നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വിൽ ബി വെരി ഫാസ്റ്റർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇപ്പം നിങ്ങളൊരു ആളെ നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളൊരു സാധനം വേണം എന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ ഇത് നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റും. അതായത് എവിടെയൊക്കെ നമ്മൾ തിരിഞ്ഞാലും ഇതുമായി. ഇപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു ബുക്ക് വേണം. ആ ബുക്ക് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായി ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു അത്. ഇത് എൻ്റെ കയ്യിലേക്ക് കിട്ടാറാവുന്നതിന് കുറച്ച് നാൾ മുമ്പ് തൊട്ട് ഈ ബുക്കിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റും ഈ ബുക്കിൻ്റെ പേരുകളും അല്ലെങ്കിൽ ഈ സാധനത്തിനെ തന്നെ പലയിടത്തും ഞാൻ കണ്ടു തുടങ്ങി. അതുപോലെ തന്നെയാണ് എന്തൊരു സാധനമാണെങ്കിലും, അതിപ്പോൾ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ വ്യക്തിയുടെ പേരായിരിക്കും. അതല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിലത്തെ നായകൻ്റെ പേര് നിങ്ങൾ ആരെയാണോ അട്രാക്റ്റ് ചെയ്യുന്നത് അയാളുടെ പേരായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് യൂണിവേഴ്സ് സിഗ്നൽ തരും. നമ്മൾ കേട്ടില്ല, നമ്മൾ അതിലേക്ക് എത്താറാവുമ്പോൾ നമുക്ക് അതിങ്ങനെ നമ്മളിലേക്ക് കണ്ടുകൊണ്ടേയിരിക്കും.
എൻ്റെ വേറൊരു ബക്കറ്റ് ലിസ്റ്റായിരുന്നു തഞ്ചാവൂർ പോകണം എന്നുള്ളത്. അവിടേക്ക് പോകാനായിട്ട് ഞാനൊരു ബക്കറ്റ് ലിസ്റ്റ് എഴുതി, അതായത് എൻ്റെ കാര്യം നടന്നു, താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ നോക്കിയാലും ഈ തഞ്ചാവൂർ തന്നെയാണ് ഞാൻ കാണുന്നത്. അതായത് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് അവൻ പോണത് തഞ്ചാവൂർക്ക്, അങ്ങനെ എല്ലാം. ഇപ്പോൾ ഫോണിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് AI ആണെന്ന് പറയാം, പക്ഷേ ഇത് അതുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ നമുക്ക് യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്, നിങ്ങൾ റൈറ്റ് പാത്തിലാണ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കൺഫ്യൂഷൻസും ഫിയറും മാറ്റി അതുപോലെ തന്നെ മുന്നോട്ട് പോകൂ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നമുക്കൊരു സാധനം നമ്മളിലേക്ക് വരാറാവുമ്പോൾ അതിൻ്റെ പേരുകളും നമ്മൾ അവിടെ എവിടെയും കാണും. ഇപ്പം ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര്, അതല്ല അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെമ്മറീസിലെ പാട്ടുകൾ, അതായത് നിങ്ങൾ ആ വ്യക്തി വിളിക്കുമ്പോഴുള്ള പാട്ടുകൾ ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് എവിടെയെങ്കിലും കേൾക്കാം, അല്ലെ നമ്മൾ ഡിഫോൾട്ടായിട്ട് കോളർ ട്യൂൺ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, ആ പാട്ടായിരിക്കാം നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നത്. അതിനകത്ത് TV-യിൽ വളരെ യാദൃശ്ചികമായിട്ട് പ്ലേ ആവുന്നു, നിങ്ങൾ ഒരുമിച്ച് പോയി കണ്ട സിനിമകൾ, ഇതൊക്കെ ഇങ്ങനെ യൂണിവേഴ്സ് നിങ്ങളുടെ പിന്നാലെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വലിയൊരു സൈനാണ്. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ്, റെയിൻബോ, പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ഒരെണ്ണമാണ്, നിങ്ങൾ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം, ഇഷ്ടപ്പെടാത്തതായിരിക്കാം, എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോവും, കാണാതെയാവും. ഒരു സാധനം പോയാലാണ് അടുത്ത സാധനത്തിന് നമ്മുടെ ലൈഫിലോട്ട് എൻട്രി ഉള്ളൂ, അല്ലേ? ആ ഒരു തിയറി തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനം പോകുന്നുണ്ടെങ്കിൽ ആ സാധനം എത്ര ചെറിയ സാധനം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമുള്ള വസ്തുവായിരിക്കും, ഇഷ്ടമില്ലാത്ത വസ്തുവായിരിക്കാം, അത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലോട്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച അടുത്ത സാധനം വരുന്നത്. ഇത് വളരെ വളരെ ഒരു എന്താ പറയുക, സിമ്പിളായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ലൈഫിൽ. നമ്മളത് കാണാതെ പോവുകയാണ്. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് ഒരുപാട് സിമ്പിൾ തരും. നമ്മളത് കാണാതെ പോവുകയാണ്, നമ്മളത് അറിയാതെ പോവുകയാണ്. ഇനി ഈ സിമ്പിളുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങൾ കാണുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ സ്വയം വിസ്പർ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഓരോ സൈനുകൾ കാണുമ്പോൾ, അതായത് ഇപ്പം ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ, റെയിൻബോസ് കാണുമ്പോൾ, അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് വിസ്പർ ചെയ്യണം താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, മാനിഫെസ്റ്റേഷൻ ഫുൾ ബിലീഫോടെ ചെയ്യുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. മാനിഫെസ്റ്റേഷൻ വർക്കാവുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ താങ്ക് യു പറയുക. ഓക്കെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.